നമസ്കാരം, ഞാൻ കല. ഗണിതരസന്ത്രത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ വീഡിയോയില് സമാന്തര ശ്രേണികൾ അഥവാ അരിത്തമെറ്റിക് സീക്വൻസസിന്റെ ആദ്യ പദത്തെ പറ്റിയും പൊതുവ്യത്യാസത്തെ പറ്റിയും അതുപോലെ തന്നെ ശ്രേണിയിലെ പദങ്ങൾ എന്താണെന്നും തുടർച്ചയായ 3 പദങ്ങൾ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് മധ്യപദം കണ്ടുപിടിക്കുന്നത് എന്നുള്ളതും ഒക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നമുക്ക് തുടങ്ങാം. ഇവിടെ ഞാനൊരു ശ്രേണി തന്നിട്ടുണ്ട്. എന്താണ് സീക്വൻസ് ഇവിടെ തന്നിരിക്കുന്ന സീക്വൻസ്? സമാന്തര ശ്രേണിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇതിൽ തന്നിരിക്കുന്ന പദങ്ങൾ 24, 42, ഡാഷ്, ഡാഷ്, എക്സെട്ര. അതായത് 24, 42, ഡാഷ്, ഡാഷ്, എക്സെട്ര. ഇതാണ് ഒന്നാമത്തെ ശ്രേണി. ഇതിനകത്ത് ഈ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കണം. ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഈ വിട്ടുപോയ ഭാഗം നമ്മൾ കണ്ടുപിടിക്കണം. ആ പദങ്ങൾ ഏതൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിന് നമുക്ക് അറിയാവുന്നത് ഒന്നാം പദം ഫസ്റ്റ് ടേം എത്രയാണ്? 24 ആണ്. സെക്കൻഡ് ടേം എത്രയാണ്? 42, 42 ആണ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ അടുത്ത പദം കണ്ടുപിടിക്കേണ്ടത്? നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്താണ് ഒരു സംഖ്യയോട് ഒരു പൊതുവ്യത്യാസം കൂട്ടിക്കൂട്ടി എഴുതിയാൽ കിട്ടുന്നതാണ് എന്തെന്ന് സമാന്തര ശ്രേണി എന്ന് പറഞ്ഞു. ഇപ്പൊ പൊതുവ്യത്യാസം എങ്ങനെയാണ് ഏത് സംഖ്യയാണ് കൂട്ടിക്കൂട്ടി പോകുന്നത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറക്കാം. അതായത് സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറക്കാം, അല്ലെങ്കിൽ തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം കുറക്കാം. അങ്ങനെ കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് 24 കഴിഞ്ഞ് 24 കഴിഞ്ഞാൽ തന്നിരിക്കുന്നത് 42 ആണ്. അപ്പൊ ഏതാണ് നമ്പർ കൂട്ടിയതെന്ന് കണ്ടുപിടിക്കാൻ, ഇവിടുത്തെ പൊതുവ്യത്യാസം എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 42 മൈനസ് 24. എത്രയാണ് 42 മൈനസ് 24 വരുന്നത്? 18 എന്ന് കിട്ടും. 18. 42 മൈനസ് 24. 8 പ്ലസ് 4 12. 1 പ്ലസ് 1 2. 2 പ്ലസ് 2 4. അപ്പൊ 18 എന്ന് കിട്ടി. അപ്പൊ ഇവിടെ ഒന്നാമത്തെ സീരീസിലെ അല്ലെങ്കിൽ ഒന്നാമത്തെ സീക്വൻസിലെ അരിത്തമെറ്റിക് സീക്വൻസിന്റെ പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് കിട്ടി? 18 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നാം പദം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സെക്കൻഡ് ടേമിന്റെ കൂടെ പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി. ആഡ് ദ കോമൺ ഡിഫറൻസ് വിത്ത് ദ സെക്കൻഡ് ടേം. അപ്പൊ 42 പ്ലസ് 18 എത്രയായിരിക്കും? 42 പ്ലസ് 8 എത്രയാണ്? 50. 50 പ്ലസ് 10 എത്ര കിട്ടി? അപ്പോഴേ ഇവിടെ എത്ര കിട്ടി? 60 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ടേം എത്രയായിരിക്കും? 60 പ്ലസ് 18 എത്രയാണത്? 78 എന്ന് കിട്ടി. അപ്പൊ നമുക്കിവിടെ നമുക്ക് വിട്ടുപോയ ഭാഗം നമ്മൾ പൂരിപ്പിച്ചു കഴിഞ്ഞു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് ഫസ്റ്റ് ടേമും തന്നിട്ടില്ല, സെക്കൻഡ് ടേമും തന്നിട്ടില്ല. തേർഡ് ടേം തന്നിരിക്കുന്നത് 24 ആണ്. ഫോർത്ത് ടേം തന്നിരിക്കുന്നത് 42 ആണ്. അല്ലെ? മൂന്നാമത്തെ പദം 24ഉം നാലാമത്തെ പദം 42ഉം ആണ് തന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നാലാം പദത്തിൽ നിന്നും മൂന്നാം പദം കുറക്കണം. അതായത് സബ്ട്രാക്ട് ദ തേർഡ് ടേം ഫ്രം ദ ഫോർത്ത് ടേം. അപ്പൊ 42ൽ നിന്നും 24 മൈനസ് ചെയ്യാം. നമുക്ക് അവിടെ കിട്ടിയ ആൻസർ തന്നെയാണത്. 18 ആണ്. ആ 18 24ൽ നിന്നും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള ആൻസർ കിട്ടും. അപ്പൊ 24ൽ നിന്നും 18 മൈനസ് കഴിഞ്ഞാൽ എത്ര കിട്ടുന്നത്? നമുക്ക് 24 മൈനസ് 18 എത്രയാണ്? 6 ആണ്. അല്ലെ? 24ൽ നിന്നും 18 കുറച്ചാൽ എത്രയാണ്? 6 അല്ലേ? 6 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ സെക്കൻഡ് ടേം കിട്ടി. ഇനി ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 6ൽ നിന്നും 18 കുറക്കണം. അപ്പോഴെന്താ വരിക? 6 മൈനസ് 18. എന്താണ് 6 മൈനസ് 18 എന്നാൽ? 6 പ്ലസ് നെഗറ്റീവ് 18 അല്ലെ? 6 പ്ലസ് നെഗറ്റീവ് 18. അപ്പോഴെന്താ ചെയ്യേണ്ടത്? 18 മൈനസ് 6 അല്ലെ? വലുതിൽ നിന്നും ചെറുത് കുറക്കുക. അപ്പോൾ 18 മൈനസ് 6 എത്രയാണ്? 12. 12ന്റെ സൈൻ എന്ത് വരും? നെഗറ്റീവ് സൈൻ. എന്തുകൊണ്ട്? 18ന്റെ സൈൻ എന്താണ്? ഇവിടെ ചിഹ്നം നെഗറ്റീവ് ആണ്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? നെഗറ്റീവ് 12 ആയിരിക്കും. ഇവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ നെഗറ്റീവ്. അപ്പൊ ഫസ്റ്റ് ടേം നമുക്ക് കിട്ടിയതാണ് നെഗറ്റീവ് 12 ആയിരിക്കും ഫസ്റ്റ് ടേം. അപ്പൊ നെഗറ്റീവ് 12നോട് 18 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 കിട്ടി. 6നോട് 18 ആഡ് ചെയ്താൽ 24 കിട്ടി. 24നോട് 18 ആഡ് ചെയ്താൽ എത്ര കിട്ടി? 42 കിട്ടി. അപ്പൊ ഇതാണ് നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത്.
ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യന് നമുക്ക് ഫസ്റ്റ് ടേം തന്നിട്ടില്ല, സെക്കൻഡ് ടേം തന്നിട്ടുണ്ട്, ആദ്യ പദം തന്നിട്ടില്ല, പക്ഷെ രണ്ടാം പദം തന്നിട്ടുണ്ട്, മൂന്നാം പദം തന്നിട്ടില്ല, നാലാം പദം തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒന്നാം പദം അറിയാം, എന്നിട്ട് രണ്ടാം പദം കണ്ടുപിടിക്കാൻ കോമൺ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് ഒന്നാം പദം അറിയില്ല, രണ്ടാം പദം അറിയാം, പക്ഷെ മൂന്നാം പദം അറിയില്ല. അതുകൊണ്ട് ഇതിനോട് എത്ര കൂട്ടിയാണോ ഇത് കിട്ടിയതെന്നോ ഇതിനോട് എത്ര കൂട്ടിയാണോ ഇത് കിട്ടിയതെന്നോ നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്താണ് എളുപ്പം? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു എന്താണ്, എ ബി സി ഇവ തുടർച്ചയായ 3 പദങ്ങളാണെങ്കിൽ ഒരു സമാന്തര ശ്രേണിയിലെ അല്ലെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇഫ് A, B, C are the 3 consecutive terms of an AP, then the midterm B is equal to A plus C by 2. അങ്ങനെയാണെങ്കിൽ മധ്യപദം B സമം എന്തായിരിക്കും? A plus C by 2. ഫസ്റ്റ് ടേമും തേർഡ് ടേമും കൂട്ടി അതിന്റെ പകുതി കണ്ടാൽ നമുക്ക് രണ്ടാമത്തെ പദം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ആദ്യം കണ്ടുപിടിച്ചതിന് ശേഷം ഇതിലേക്ക് പോകാലോ. അപ്പോൾ 24ഉം 42 ആഡ് ചെയ്തിട്ട് അതിന്റെ പകുതി കണ്ടാൽ നമുക്ക് ഈ ടേം കിട്ടും അല്ലെ. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും മധ്യപദത്തിലല്ലേ ഇത് വരുന്നത്. അപ്പൊ 24 പ്ലസ് 42. അപ്പൊ നമുക്കത് കണ്ടുപിടിക്കാം. എത്രയാണ് വരുന്നത്? 24 പ്ലസ് 42 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. 24 പ്ലസ് 42 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 4 പ്ലസ് 2 6, 2 പ്ലസ് 4 6 ഡിവൈഡഡ് ബൈ 2. 66 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. എത്രയാണ് 66 ഡിവൈഡ് ബൈ 2? 33. അപ്പൊ നമുക്കിവിടെ തേർഡ് ടേം എത്ര കിട്ടിക്കഴിഞ്ഞു? 33. തേർഡ് ടേം കിട്ടിയത് 33 ആണ്. അപ്പൊ നമുക്ക് സെക്കൻഡ് ടേം എത്രയാണ്? 24. തേർഡ് ടേം 33. ഫോർത്ത് ടേം എത്രയാണ്? 42. ഇനി നമുക്കിവിടെ ഇനി ഈ വില കണ്ടുപിടിക്കണേ എന്ത് ചെയ്താൽ മതി? ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ പോരെ. അപ്പൊ 33യിൽ നിന്നും 24 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണോ അതായിരിക്കും ഇവിടെ കോമൺ ഡിഫറൻസ്. എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 33 മൈനസ് 24 എത്രയാണ്? 9 എന്ന് കിട്ടും. ഇപ്പൊ 9. അങ്ങനെയാണെങ്കിൽ 24ൽ നിന്നും എന്ത് ചെയ്യണം? 9 മൈനസ് ചെയ്യുക. 24 മൈനസ് 9 എത്ര കിട്ടും? 15 എന്ന് കിട്ടും. ഇപ്പൊ 24 മൈനസ് 9 എത്രയാണ്? 15. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ എത്രയാണ്? 15 പ്ലസ് 9 24. 24 പ്ലസ് 9 33. 33 പ്ലസ് 9 എത്രയാണ്? 42. അപ്പൊ ഇവിടെ നമുക്ക് ഈ സ്പേസ് നമ്മൾ ഫില്ല് ചെയ്തു. മനസ്സിലായില്ലേ എങ്ങനെയാ ചെയ്യുന്നത് എന്നുള്ളത്? ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ 24, dash, 42, dash, etc. അതായത് ഒന്നാം പദം തന്നിട്ടുണ്ട്, മൂന്നാം പദവും തന്നിട്ടുണ്ട്, ഫസ്റ്റ് ടേമും തന്നു, തേർഡ് ടേമും തന്നു. എന്ത് കണ്ടുപിടിക്കണം? സെക്കൻഡ് ടേം കണ്ടുപിടിക്കണം. എന്താണ് വഴി? ഫസ്റ്റ് ടേമും തേർഡ് ടേമും തന്ന് സെക്കൻഡ് ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതാ ഇതും ആഡ് ചെയ്യാം. ഫസ്റ്റ് ടേമും തേർഡ് ടേമും കൂട്ടി. ഇപ്പൊ 24 പ്ലസ് 42 നമ്മൾ നേരത്തെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന്റെ പകുതി എത്രയാണ്? 33. അപ്പൊ 66 by 2 എത്ര കിട്ടി? 33 വന്നു. അപ്പൊ ഇവിടെ എത്ര കിട്ടുന്നത്? 24 പ്ലസ് 9 33. 33 പ്ലസ് 9 42. 42 പ്ലസ് 9 ഇവിടെ എത്ര കിട്ടി? 51 എന്ന് കിട്ടി. അപ്പൊ ഇങ്ങനെയാണ് നമ്മള് ഈ വിട്ടുപോയ ഇങ്ങനെ ഒരു ശ്രേണി തന്നിട്ട് അതിനകത്ത് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. അപ്പൊ ഏതൊക്കെ പദങ്ങളാണോ തന്നത് നോക്കുക, എന്നിട്ട് അതിനകത്ത് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനുള്ള മെത്തേഡാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഒന്നാം പദം എന്താണെന്നും കോമൺ ഡിഫറൻസ് എന്താണെന്നും ഒക്കെ നമ്മൾ കണ്ടുവല്ലോ. ഇപ്പൊ ഒന്നാം പദം ഒന്നാം പദവും കോമൺ ഡിഫറൻസും അറിയാമെങ്കിൽ രണ്ടാം പദം കാണാം. രണ്ടാം പദത്തിനോട് കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ പൊതുവ്യത്യാസം കൂട്ടിയാൽ മൂന്നാം പദം കിട്ടും. മൂന്നാം പദത്തിനോട് പൊതുവ്യത്യാസം കൂട്ടിയാൽ നാലാം പദം കിട്ടും അല്ലെ. ഫസ്റ്റ് ടേമിനോട് കോമൺ ഡിഫറൻസ് ആയിട്ട് സെക്കൻഡ് ടേം, സെക്കൻഡ് ടേം പ്ലസ് കോമൺ ഡിഫറൻസ് എന്താണ്? തേർഡ് ടേം. അങ്ങനെയാണല്ലോ. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 5, 9, 13, 17, etc. എന്നൊരു എക്സാമ്പിൾ ഞാൻ ഇവിടെ എഴുതി, ഒരു സീരീസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ അകത്ത് കോമൺ ഡിഫറൻസ് എത്രയാണ്? 4 അല്ലേ. ഫസ്റ്റ് ടേം എത്രയാണ്? 5. അപ്പൊ ഞാൻ 5 എന്ന് എഴുതി. ഫസ്റ്റ് ടേം 5 ആണ്. സെക്കൻഡ് ടേം കിട്ടാൻ എന്താ വേണ്ടത്? സെക്കൻഡ് ടേം 9 is equal to എന്താണ്? 5 plus 4 ആണ് അല്ലെ. അടുത്തതോ 13 is equal to എന്താണ്? 13 is equal to 5 plus 4 plus 4 ആണ് അല്ലെ. 5 plus 4നോട് വീണ്ടും 4 കൂട്ടി. ഇനി 17 എത്രയാണ്? 17 is equal to 5 plus 4 plus 4 plus 4 ആണ്. അപ്പൊ ഇവിടെ ഞാൻ എത്ര പ്രാവശ്യം 4 ആഡ് ചെയ്തു? ഇവിടെ ഒരു പ്രാവശ്യം 4 ആഡ് ചെയ്തു. ഇവിടെ എത്തുമ്പോ എത്ര പ്രാവശ്യം 4 ആഡ് ചെയ്തു? 2 പ്രാവശ്യം 4 കൂട്ടി. ഇവിടെ എത്തുമ്പോഴോ 4 plus 4 plus 4 എത്ര പ്രാവശ്യം 4 ആഡ് ചെയ്തു? 3 times 4 ആഡ് ചെയ്തു. അപ്പോഴ് ഇവിടെ ഇതേ മെത്തേഡാണ് നമ്മൾ ഇനി nth ടേം കണ്ടുപിടിക്കാൻ വേണ്ടി എടുക്കുന്നത്. അപ്പൊ 5 plus
ഡി ചെയ്തു. ഇവിടെ എന്താണ് 5+2d ചെയ്തു. ഇവിടെ എന്താണ് 5+3d ചെയ്തു. ഇത് എത്രാമത്തെ പദമാണ്? നാലാം പദമല്ലേ? ഇത് എത്രാമത്തെ പദമാണ്? ഒന്നാം പദമല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് ഇതിൽ ഞാൻ x1 x2 x3 നമ്മളുടെ ഇതായിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഇത് ഞാനിപ്പം x1 ആണ്, ഇതെന്താണ് x2 ആണ്, ഇത് x3 ആണ്, ഇത് x4 ആണ്. അപ്പൊ x1 5 ആണ്, x2 കാണാൻ എപ്പോഴെന്താ ചെയ്തത്? x1നോട് d കൂട്ടി. x3 കാണാൻ എത്രയാണ്? x1+2d. x4 കാണാൻ എന്താണ്? x1+3d എന്ന് വരും. അപ്പൊ നമുക്കിത് ഈ രീതിയിൽ തന്നെ നമുക്ക് x1 x2 x3 എന്നുള്ള ഫോമിലാണ് വരുന്നതെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ബാക്കിയുള്ള പദങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോഴ് x1 x2 x3 എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കോമൺ ഡിഫറൻസ് ഒരു സമാന്തര ശ്രേണി ആണെങ്കിൽ, xn എന്ന് പറഞ്ഞൊരു സമാന്തര ശ്രേണി ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണെങ്കിൽ ഇതിലെ പദങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. ഇവിടെ ഫസ്റ്റ് ടേം ഞാൻ x1 എന്ന് എടുത്തു. ഫസ്റ്റ് ടേം x1 ആണ്. സെക്കൻഡ് ടേം എന്താണ്? x2 ആണ്. x2 എങ്ങനെയാണ് കിട്ടുന്നത്? x2 കിട്ടുന്നത് എങ്ങനെയാണ്? x1നോട് d കൂട്ടി അല്ലെ? 5നോട് 4 കൂട്ടിയല്ലോ 9 കിട്ടിയത്. അതുപോലെ x1+d ആണ്. xനോട് d ആഡ് ചെയ്തു. x3 കാണാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോ ഞാൻ നേരത്തെ എന്ത് ചെയ്തു? x1നോട് 4 2 പ്രാവശ്യം കൂട്ടി. 2 പ്രാവശ്യം കൂട്ടുക. റിപ്പീറ്റഡ് അഡിഷൻ ഈസ് മൾട്ടിപ്ലിക്കേഷൻ നമുക്കറിയാം അല്ലെ? തുടർച്ചയായി കൂട്ടുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? ഗുണിച്ചെഴുതും. 5നെ എനിക്ക് 4 പ്രാവശ്യം കൂട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? 5 × 4 എന്ന് എഴുതിയാൽ പോരെ? 5നെ 4 പ്രാവശ്യം കൂട്ടി. 5+5+5+5 അല്ലെ? എത്രയാണ്? 5 + 5 10, 10 5 15, 5 20 എന്ന് പറയുന്നതിന് പകരം 5 × 4 എന്ന് എഴുതി ഈസി ആയില്ലേ? അതേപോലെ ഇവിടെ 5നെ അല്ലെ ഇവിടെ ഡിനെ നമുക്ക് 2 പ്രാവശ്യം കൂട്ടണം. അപ്പൊ d+d എന്ന് എഴുതുന്നതിന് പകരം എന്തെഴുതിയാൽ മതി? x1+2d എന്ന് എഴുതിയാൽ മതി. x3 = x1+2d ആണ്. അങ്ങനെയാണെങ്കിൽ x4 എന്ത് വരും? x4 = എന്താ വരിക? x1+3d എന്ന് വരും. x5 = x1+4d എന്ന് വരും. x1+4d. x5 = x1+4d ആയിരിക്കും. ആണല്ലോ? അപ്പൊ ഇവിടെ എന്താണ് നിങ്ങൾ പ്രത്യേകത കണ്ടുപിടിക്കുന്നത്? എത്രാമത്തെ പദമാണോ നിങ്ങൾ കാണേണ്ടത് അല്ലെ? വിച്ച് ടേം ഈസ് ടു ഫൈൻഡ് ഔട്ട്. ഏത് പദമാണോ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് അത് ചെയ്യാൻ എന്താണ് വേണ്ടത്? ഫസ്റ്റ് ടേമിന്റെ കൂടെ അതിന്റെ തൊട്ട് മുന്നിലുള്ള നമ്പർ 5 ആണെങ്കിൽ 4, 6 ആണെങ്കിൽ 5 അങ്ങനെ വരും. തൊട്ട് മുന്നിലുള്ള പദത്തിനെ തൊട്ട് മുന്നിലുള്ള സംഖ്യയെ, അതായത് 5 ആണെങ്കിൽ അതിന്റെ മുന്നിലുള്ള സംഖ്യ 4, 4നെ കോമൺ ഡിഫറൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് x1നോട് കൂട്ടണം. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ പോയി ഇപ്പൊ എനിക്ക് x10 ആണ് എഴുതേണ്ടതെങ്കിൽ എന്താ വരിക? x10 = x1+10 നിന്ന് 1 കുറച്ച് എത്രയാണ്? 9 അല്ലേ? അപ്പോഴെത്രയായിരിക്കും? x1+9d ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ x20 എത്രയായിരിക്കും? x20 = x1+19d ആയിരിക്കും. അതിൽ നിന്ന് 1 കുറച്ചു. അങ്ങനെയാണെങ്കിൽ xn = എന്തായിരിക്കും? x5 ആണെങ്കിൽ x1+4d, x23 ആണെങ്കിൽ x1+22d. അങ്ങനെയാണെങ്കിൽ xn എന്തായിരിക്കും? എന്നിൽ നിന്ന് 1 കുറച്ച് അതിനെ d കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് x1നോട് ആഡ് ചെയ്യുക. അപ്പോഴും നമുക്ക് എന്ത് കിട്ടും? xn = x1+ എന്താണ്? എന്നിൽ നിന്ന് 1 കുറക്കുക. x1+n-1 × d. ഇതാണ് xn കണ്ടുപിടിക്കേണ്ട ഫോർമുല. x1+n-1 × d. ഇതൊരു ഫോർമുല. xn കണ്ടുപിടിക്കേണ്ട ഫോർമുല ഇമ്പോർട്ടന്റ് ആണ്. ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയാ വരികയെന്ന് വെച്ചാൽ ഫൈൻഡ് ദ ആൾജിബ്രൈക് ഫോം ഓഫ് എ സീക്വൻസ്. എന്താണ്? സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം കാണുക. ഇതിന്റെ സിമ്പിൾ മെത്തേഡും കൂടിയുണ്ട്, അതും കൂടി ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞതൊന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യാം. x1 x2 x3 etc എന്നൊരു xn എന്നൊരു സമാന്തര ശ്രേണി ആണെങ്കിൽ സീക്വൻസ് arithmetic sequence such as x1 plus x2 plus x3 etc xn, then x1 x2 x3 what is the relation between these terms? ഈ പദങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ്? x1
x2 is equal to x1 plus d ആണ്, x3 is equal to x1 plus 2d ആണ്. അങ്ങനെ വരുമ്പോൾ xn is equal to എന്ത് കിട്ടുന്നു? x1 plus n minus 1 into d. നിങ്ങള് ബൈ ഹാർട്ട് പഠിച്ച് വെക്കേണ്ട ഒരു ഫോർമുലയാണിത്. ഇത് എന്തായാലും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഇതുമായിട്ട് ബന്ധപ്പെടുന്ന ക്വസ്റ്റ്യൻ. മനസ്സിലായില്ലേ? അപ്പൊ നമുക്കത് എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്കത് ക്ലിയർ ആക്കാം. നമുക്കിനി ഓൾജിബ്രൈക് ഫോം എഴുതുന്ന 2 ക്വസ്റ്റ്യൻസ് നോക്കാം. എങ്ങനെയാണ് ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ എങ്ങനെയാണ് ഹൗ ടു ഫൈൻഡ് ദ ഓൾജിബ്രൈക് ഫോം ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ്, ഇതാണ് നമ്മൾ ഈ കാണാൻ പോകുന്നത്. ഞാനിവിടെ 2 എക്സാമ്പിൾസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ 7, 12, 17, 22, എക്സെട്ര എന്നതാണ്. അതായത് 7, 12, 17, 22, എക്സെട്ര. ഇങ്ങനെ ഒരു സമാന്തര ശ്രേണിയിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ആദ്യം എടുത്ത് എഴുതുക. എന്താണ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങള്? അറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് ഇവിടെയുള്ളത് ഫസ്റ്റ് ടേം അറിയാം. എന്താണെന്നപ്പോ x1 is equal to എത്രയാണ്? 7 ആണ്, ആണല്ലോ. ഇനി d എഴുതുക. d is equal to കോമൺ ഡിഫറൻസ് d is equal to എത്രയാണ്? കോമൺ ഡിഫറൻസ് എങ്ങനെ വിളിക്കും? സെക്കൻഡ് ടേമിന് ഫസ്റ്റ് ടേം കുറച്ചാൽ മതി, അല്ലെങ്കിൽ തേർഡ് ടേമിന് സെക്കൻഡ് ടേം കുറച്ചാൽ മതി. അപ്പൊ ഇവിടെ 12ൽ നിന്നും 7 കുറയ്ക്കുക. 12ൽ നിന്നും 7 കുറച്ചാൽ എത്രയാണ്? 5 അല്ലേ? അപ്പൊ ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 5. അതിന്റെ പൊതുവ്യത്യാസം എത്ര കിട്ടി? 5 എന്ന് കിട്ടി. അപ്പൊ പൊതുവ്യത്യാസം 5 എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ ഓൾജിബ്രൈക് ഫോം എഴുതണം. സീരീസിന്റെ ഓൾജിബ്രൈക് ഫോം എഴുതാൻ xn is equal to xn. എന്താണ് നമ്മൾ പഠിച്ച ഫോർമുല? x1 plus n minus 1 into d ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എനിക്ക് എത്ര കിട്ടും? ആൻസർ എത്ര കിട്ടും? x1 എത്രയാണ്? 7 അല്ലേ? 7 plus n minus 1 into d എത്രയാണ്? 5 ആണ്. d എന്ന് പറയുന്നത് 5 ആണ്. ഇനി ഇതിന് നമ്മളെ ഒന്ന് മാറ്റി എഴുതുമ്പോൾ എത്ര കിട്ടും? 7 plus 5 into n എത്രയാണ്? 5n അല്ലേ? 5n. അപ്പോൾ എന്ത് കിട്ടി? 7 plus 5n 5 into 1 എത്രയാണ്? -5. അപ്പോൾ ആൻസർ എത്ര കിട്ടും? നമുക്കിവിടെ 7 plus 5n minus 5 എന്നാ വന്നത്. അപ്പൊ 5n എന്നെടുത്ത് ആദ്യം എഴുതുക. അപ്പൊ 5n. ഇനി 7 minus 5 എത്രയാണ്? 2. അപ്പൊ എത്ര കിട്ടും ഇവിടെ? 5n plus 2 എന്ന ആൻസർ കിട്ടി. ഇത് ഒരു മെത്തേഡ് ആണ്. ഏത്? സമാന്തര ശ്രേണിയുടെ nാം പദം nth ടേം കാണേണ്ട ഫോർമുല ഇതാണ്. അത് വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാം. ഇനി ഇത് നമുക്ക് ഇതിനെക്കാട്ടും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ വേറൊരു മെത്തേഡ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് നിങ്ങൾ കണ്ടുവെക്കുക. അത് എത്രയാണ്? 7ഉം 5ഉം ആണ്. അത് നമ്മൾ കണ്ടുവെച്ചു കഴിഞ്ഞു. അതിനുശേഷം എളുപ്പം നമുക്ക് ഈ nth ടേം എഴുതാൻ, ഓൾജിബ്രൈക് ഫോം എഴുതാൻ എന്ത് ചെയ്താൽ മതി അറിയോ? കോമൺ ഡിഫറൻസ് എടുത്തിട്ട് അതിനെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മനസ്സിലായില്ലേ? കോമൺ ഡിഫറൻസ് എത്രയാണ്? 5 അല്ലേ? അപ്പൊ 5 എടുത്തു. എന്നിട്ട് xn കാണാൻ വേറൊരു മെത്തേഡ് ആണ്. xn is equal to 5 എടുത്ത് അതിനെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോഴെന്താണ്? 5n. എന്നിട്ട് ഫസ്റ്റ് ടേമിൽ നിന്നും കോമൺ ഡിഫറൻസ് കുറക്കുക. അപ്പൊ 7ൽ നിന്നും 5 കുറച്ചു. 7ൽ നിന്നും 5 കുറച്ചാൽ 2 അല്ലേ? അപ്പോഴെത്ര കിട്ടി? +2. നമുക്കിവിടെ എത്ര എളുപ്പം ആൻസർ കിട്ടി? എളുപ്പം കിട്ടിയ ആൻസർ. അപ്പൊ ഈ മെത്തേഡിൽ നിങ്ങൾ ചെയ്താൽ മതി. മറ്റേത് ഫോർമുലയാണ്. ഫോർമുല വെച്ച് നമ്മൾ ചെയ്തു. അതല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ മെത്തേഡ് നിങ്ങൾക്ക് ചെയ്താൽ മതി. ഒരു ഓൾജിബ്രൈക് ഫോമിന്റെ, ഒരു സമാന്തര ശ്രേണിയുടെ ഓൾജിബ്രൈക് ഫോം എഴുതുക എന്ന് പറഞ്ഞാൽ ആദ്യം അതിന്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. കോമൺ ഡിഫറൻസിനെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഏതൊരു സമാന്തര ശ്രേണി എടുത്തു കഴിഞ്ഞാലും, ഏതൊരു അരിത്തമെറ്റിക് സീക്വൻസ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ nth ടേമിൽ n-ന്റെ പവർ 1 ആയിരിക്കും. അതായത് n² എന്നോ n³ എന്നോ n⁻²² എന്നോ വരില്ല. എന്ത് മാത്രമേ വരൂ? n⁻1 എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പം നിങ്ങളോട് ചോദിക്കുമ്പോ 2n² + 3 എന്ന് പറയുന്നത് ഒരു സമാന്തര ശ്രേണിയുടെ n-ാം പദത്തിന്റെ ഓൾജിബ്രൈക് അല്ലെങ്കിൽ n-ാം പദം ആകുമോ, അല്ലെങ്കിൽ ഒരു സമാന്തര ശ്രേണിയുടെ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രൈക് ഫോം ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയാം. എന്താണ് കാരണം? അതിന്റെ പവർ എപ്പോഴും, n-ന്റെ പവർ എപ്പോഴും 1 ആയിരിക്കണം. മനസ്സിലായില്ലേ? ആ ഒരു പോയിന്റ് ഓർമ്മിച്ച് വെക്കണം.
അപ്പൊ ഇവിടെ കോമൺ ഡിഫറൻസ് അറിയാം. കോമൺ ഡിഫറൻസ് അറിയാമെങ്കിൽ അതിനെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഫസ്റ്റ് ടേമിൽ നിന്നും കോമൺ ഡിഫറൻസ് കുറച്ചാൽ എന്ത് കിട്ടും? അതിന്റെ nth ടേം കിട്ടി. അപ്പൊ നമുക്ക് ഇവിടെ ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ഇവിടെ ഈ വഴി ചെയ്തു, അതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഉത്തരം നമുക്ക് ഇവിടെ ഒറ്റയടിക്ക് കിട്ടി. ഒറ്റൊരു സ്റ്റെപ്പിൽ നമുക്ക് ഇവിടെ ഉത്തരം കിട്ടിക്കഴിഞ്ഞു. xn is equal to 5n plus 2 ആണ്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? നമുക്കിനി സെക്കൻഡ് മെത്തേഡ് വെച്ച് ചെയ്യാട്ടോ. അപ്പോ ഇവിടെ എനിക്ക് തന്നിരിക്കുന്നത് ഇവിടെ എത്രയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. 8,5,2, etc. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ നമ്മൾ എന്താ ചെയ്യാ? ഫസ്റ്റ് ടേം എടുത്ത് എഴുതുക, കോമൺ ഡിഫറൻസ് എടുത്ത് എഴുതുക. അപ്പൊ ഫസ്റ്റ് ടേം എത്രയാണ്? x1 is equal to 8 ആണ്. കോമൺ ഡിഫറൻസ് എത്രയാണ്? 8 കഴിഞ്ഞാൽ 5 അല്ലേ? 8 കഴിഞ്ഞാൽ 5 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 എന്ന് പറഞ്ഞാൽ നമ്പർ സംഖ്യ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഏത് സംഖ്യ കൂട്ടിയിട്ടുണ്ടാകും? അവിടെ നെഗറ്റീവ് സംഖ്യ ആയിരിക്കുമല്ലോ കൂട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഏത് സംഖ്യയാണ് കോമൺ ഡിഫറൻസ് എങ്ങനെയാ കണ്ടുപിടിക്കുക? ഡി കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഡി is equal to 5 minus 8. അപ്പോൾ 5 minus 8 എത്രയാണ്? 5 minus 8 -3. അപ്പൊ ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാണ്? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് -3 ആണ്. അപ്പൊ നമുക്ക് ആൾജിബ്രായിക് ഫോം എഴുതിക്കൂടെ? xn എഴുതാൻ എന്താ വേണ്ടത്? xn is equal to കോമൺ ഡിഫറൻസിനെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ കോമൺ ഡിഫറൻസ് എത്രയാണ്? -3 അല്ലേ? -3 into n. എന്നിട്ടോ ഫസ്റ്റ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് കുറക്കണം. ഫസ്റ്റ് ടേം എത്രയാണ്? 8 ആണ്. കോമൺ ഡിഫറൻസ് എത്രയാണ്? -3 ആണ്. അപ്പൊ ഫസ്റ്റ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് കുറക്കുക എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? 8 minus -3. നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ എന്താണ്? 8 minus -3. 8 കുറക്കണം -3. ചെയ്യാൻ എന്താ വേണ്ടത്? 8 അതായത് 8 കുറക്കണം -3. ഇവിടെ എന്താകും? 2 നെഗറ്റീവ് അടുത്തടുത്ത് വരുമ്പോഴേ പോസിറ്റീവ് ആകും. 8 plus 3 ആയി മാറും. 8 plus 3 is equal to എത്ര കിട്ടും? അപ്പോഴ് 11. അപ്പോൾ ഇതിന്റെ ആൻസർ എത്രയാ വരുന്നത്? ഇതിന്റെ nth ടേം അല്ലെങ്കിൽ ആൾജിബ്രായിക് ഫോം എത്രയാ വരുന്നത്? -3n plus 11 ആയിരിക്കും. മനസ്സിലായില്ലേ? ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. ഏതാണ്? നമുക്കൊരു ക്വസ്റ്റ്യൻ എഴുതാം. 5 plus 11 plus 17, etc. ഈ ഒരു കോമൺ ഇത് ഒരു സീരീസ് തന്നെ എഴുതി അല്ലെ? 5,11, 17, etc. ഇങ്ങനെ ഒരു സമാന്തര ശ്രേണി തന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ആൾജിബ്രായിക് സീക്വൻസ് തന്നു കഴിഞ്ഞാൽ ഹൗ ടു ഫൈൻഡ് ദ ആൾജിബ്രായിക് ഫോം? ആൾജിബ്രായിക് ഫോം എഴുതാൻ എന്താ വേണ്ടത്? ഫസ്റ്റ് ടേം കാണുക, കോമൺ ഡിഫറൻസ് കാണുക. ഫസ്റ്റ് ടേം എത്രയാണ്? x1 is equal to 5, d is equal to 5 plus 6 അല്ലേ 11 അല്ലെ? 11 minus 5 എത്രയാണ്? 6 അല്ലേ? അപ്പൊ d is equal to എത്രയാണ്? 6 ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി ആൾജിബ്രായിക് ഫോം എഴുതാൻ എന്താ വേണ്ട? ബീജഗണിത രൂപം എഴുതാൻ എന്ത് വേണം? xn is equal to എന്താ ചെയ്യേണ്ടത്? കോമൺ ഡിഫറൻസിനെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എത്ര കിട്ടുക? 6n. 6n. ഫസ്റ്റ് ടേമിൽ നിന്നും കോമൺ ഡിഫറൻസ് കുറക്കണം. അപ്പൊ 5ൽ നിന്നും 6 കുറക്കുക. 5ൽ നിന്നും 6 കുറച്ചാൽ എത്രയാ വരിക? നെഗറ്റീവ് ഒന്നല്ലേ? 5 minus 6. 5 minus 6 എത്രയാണ്? 5ൽ നിന്നും 6 കുറക്കാൻ പറഞ്ഞാൽ 6ൽ നിന്നും 5 കുറച്ച് നെഗറ്റീവ് ചിഹ്നം എഴുതുക. അപ്പോൾ എത്ര കിട്ടും? -1. അപ്പൊ നമുക്ക് ആൾജിബ്രായിക് ഫോം കിട്ടിക്കഴിഞ്ഞില്ലേ? അപ്പൊ ഇതിന്റെ ആൾജിബ്രായിക് ഫോം എത്രയാണ്? ഇതിന്റെ ബീജഗണിത രൂപം Rn minus 1 എന്ന് കിട്ടും. അപ്പൊ ഒരു സീക്വൻസ് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ ബീജഗണിത രൂപം അല്ലെങ്കിൽ എന്താണ് അതിന്റെ ആൾജിബ്രായിക് ഫോം എഴുതുക എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാരും. നമ്മൾ പറഞ്ഞ പൊതുവെ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, പൊതുവ്യത്യാസം, അതായത് ഒന്നാം പദം, രണ്ടാം പദം, മൂന്നാം പദം, കോമൺ ഡിഫറൻസ്, ഇതൊക്കെ വെച്ചിട്ട് നമുക്കിനി ക്വസ്റ്റ്യൻസിലേക്ക്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ട് തേർഡ് ടേം 34 ആണ്, സിക്സ്ത് ടേം 67 ആണ്, മൂന്നാം പദം 34ഉം ആറാം പദം 67ഉം. അതുപോലത്തെ 3 ക്വസ്റ്റ്യൻസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇവിടെ തന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിന്റെ ഒക്കെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് 5 ടേംസ് എഴുതണം. ഒരു സമാന്തര ശ്രേണിയോ അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസിനെ സംബന്ധിച്ചിടത്തോളം തന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ. എന്നിട്ട് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? യു ഹാവ് ടു റൈറ്റ് ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ സീക്വൻസ്. അല്ലെ, നിങ്ങൾ എന്താണ് അതിന്റെ അകത്തുള്ള ആദ്യത്തെ 5 പദങ്ങൾ എഴുതണം. അതാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ തന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം.
നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്താണ്, ഒരു സമാന്തര ശ്രേണിയുടെ ഒന്നാം പദത്തിനോട് 2 പ്രാവശ്യം ഡി ആഡ് ചെയ്താൽ മൂന്നാം പദം കിട്ടും. 1+2 അല്ലേ 3. ആ മെത്തേഡ് അത് മനസ്സിൽ ഓർമ്മിക്കുക. അങ്ങനെയാണെങ്കിൽ മൂന്നാം പദത്തിനോട് 4 പ്രാവശ്യം ഡി ആഡ് ചെയ്താൽ, അതായത് 4 പ്രാവശ്യം ഡി ആഡ് ചെയ്യുന്ന വെച്ചാൽ 4 × ഡി, തേർഡ് ടേം പ്ലസ് 4d സമത്രയായിരിക്കും 7th ടേം ആയിരിക്കും. 3 4 അല്ലേ 7. ആ അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്, തേർഡ് ടേം 34 ആണ്, 6th ടേം 67 ആണ്. അപ്പൊ തേർഡ് ടേമിനോട് എത്ര പ്രാവശ്യം ഡി കൂട്ടിയാൽ 6th ടേം കിട്ടും? 3 + 3 അല്ലേ 6. അപ്പൊ തേർഡ് ടേം പ്ലസ് 3d ആയിരിക്കും എന്ത്, 6th ടേം. തേർഡ് ടേം മൂന്നാം പദം പ്ലസ് 3d ആയിരിക്കും ആറാം പദം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം, തേർഡ് ടേം എത്രയാ, 34 അല്ലേ. അപ്പൊ 34 പ്ലസ് 3d ഈസ് ഈക്വൽ ടു 6th ടേം എത്രയാ, 67 അല്ലേ. അപ്പൊ 34 പ്ലസ് 3d ഈസ് ഈക്വൽ ടു എന്താ എഴുതാം, 67 എന്ന് എഴുതാം. ഇതിൽ നിന്നും 3d ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, 67 മൈനസ് 34 അല്ലെ. 34 പ്ലസ് 3d ഈസ് ഈക്വൽ ടു 67 ആണെങ്കിൽ 3d ഈസ് ഈക്വൽ ടു എന്താണ്, റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് ആദ്യം എടുത്ത് എഴുതുക. അപ്പൊ 67 മൈനസ് 34, ഇവിടെ പ്ലസ് 34 ഇപ്പുറത്ത് വരുമ്പോൾ എത്രയായി, മൈനസ് 34. അപ്പൊ 67 മൈനസ് 34 എത്രയാണ് നോക്കുക. എത്രയാണ് ഇതിന്റെ ആൻസർ വരുന്നത്, 7 4 പോയാൽ 3, 6 3. അപ്പൊ എത്രയാണ്, 3d ഈസ് ഈക്വൽ ടു 33 ആണ്. Therefore d ഈസ് ഈക്വൽ ടു 33/3 ഈസ് ഈക്വൽ ടു എത്രയാണ്, 11. അപ്പൊ അതിന്റെ ഡി എത്ര കിട്ടി, 11 കിട്ടി. ഇപ്പൊ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം ഇങ്ങനെ കണ്ടുപിടിക്കാം. പൊതുവ്യത്യാസം എത്രയാ കിട്ടിയത്, 11 എന്ന് കിട്ടി. അപ്പൊ പൊതുവ്യത്യാസം 11 ആണെങ്കിൽ ഇനി ശ്രേണി എഴുതാലോ. ഫസ്റ്റ് 5 ടേംസ് അല്ലേ എഴുതാൻ പറഞ്ഞത്. അപ്പൊ ഫസ്റ്റ് 5 ടേംസ് എന്ത് വരും, ആദ്യത്തെ 5 പദങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഫസ്റ്റ് ടേം കിട്ടണം അല്ലെ, ഫസ്റ്റ് ടേം കിട്ടണം. അപ്പൊ ഫസ്റ്റ് ടേം കിട്ടാൻ എന്താ വഴി, ഇത് നമുക്കിവിടെ 11 എന്ന് കിട്ടി. 11 എന്നത് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഫസ്റ്റ് ടേം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ടേമിനോട് എത്ര ആഡ് ചെയ്താലാണ് എന്ത് കിട്ടുന്നത്, തേർഡ് ടേം കിട്ടുന്നത്. ഫസ്റ്റ് ടേമിനോട് 2d ആഡ് ചെയ്താലല്ലേ തേർഡ് ടേം കിട്ടുന്നത്. ഫസ്റ്റ് ടേം പ്ലസ് 2d, ആദ്യ പദം പ്ലസ് 2d ആണ് എത്ര, മൂന്നാം പദം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം, x1 പ്ലസ് 2d ആണ് എത്ര, x1 പ്ലസ് 2d ആണ് എത്ര, തേർഡ് ടേം എന്ന് പറഞ്ഞത്. എത്രയാണ് തന്നിരിക്കുന്നത്, 34 അല്ലേ. അപ്പോൾ അത് എത്രയാണ് കിട്ടുന്നത്, 34. x1 പ്ലസ് 2d ഈസ് ഈക്വൽ ടു 34 ആണ്. അപ്പൊ ഇനി നമുക്ക് ഡിയുടെ വില 11 കിട്ടിയിട്ടുണ്ടല്ലോ, അത് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. അപ്പോഴെന്താ കിട്ടുക, x1 പ്ലസ് 2 × 11 എത്രയാണ്, 22 ഈസ് ഈക്വൽ ടു 34. Therefore x1 ഈസ് ഈക്വൽ ടു 34 മൈനസ് 22 ഈസ് ഈക്വൽ ടു 34 മൈനസ് 22 എത്രയാണ്, 34 22 പോയാൽ 12 എന്ന് കിട്ടി. അപ്പോൾ ആൻസർ എത്ര കിട്ടി, 2 + 2 4, 1 + 2 3, 12 എന്ന് കിട്ടി. x1 ഈസ് ഈക്വൽ ടു 12. ഇനി നമുക്ക് സീക്വൻസ് എഴുതി കൂടെ. എത്രയാണ്, ഫസ്റ്റ് ടേം എത്രയാണ്, 12. ഫസ്റ്റ് ടേം 12 കിട്ടി. 12 മൈനസ് കോമ 12നോട് ഇനി 11 ആഡ് ചെയ്യണം. അപ്പൊ എത്ര കിട്ടും, 23 പ്ലസ് 11 എത്രയാണ്, 34 കോമ x 5 ടേംസ് ചെയ്താണല്ലേ പറഞ്ഞത്. അപ്പൊ 34 45 56 കോമ എക്സെട്ര. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് 5 ടേംസ് എന്ന് പറഞ്ഞത് അല്ലെ. 12 1 13 10 23, 23നോട് 1 കൂട്ടി 24 10 34, 45 56. ഇതാണ് ഇതിന്റെ ഫസ്റ്റ് 5 ടേംസ്. നമ്മളിവിടെ എന്താണ് ചെയ്തത്, തന്നത് നോക്കി. മൂന്നാം പദം 34, ആറാം പദം 67 എന്ന് തന്നു. മൂന്നാം പദത്തിനോട് 3d ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ആറാം പദം കിട്ടും. അപ്പോൾ എന്ത് എഴുതി, 34 പ്ലസ് 3d ഈസ് ഈക്വൽ ടു 67 എന്ന് എഴുതി. അതിൽ നിന്നും 3d യുടെ വില കണ്ടുപിടിച്ചു. എത്രയാണ്, 33. d യുടെ വില 11 എന്ന് കിട്ടി. ഇനി നമുക്ക് ഫസ്റ്റ് ടേം കിട്ടണം. സീക്വൻസ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ടേം കിട്ടണ്ടേ. ഫസ്റ്റ് ടേം കിട്ടാൻ എന്ത് ചെയ്തു, നമുക്ക് തന്നതിൽ ഏതെങ്കിലും ഒന്നിൽ തേർഡ് ടേമിലോ 6th ടേമിലോ നമ്മുടെ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോഴെന്താണ് തേർഡ് ടേം, ഫസ്റ്റ് ടേം പ്ലസ് 2d, x1 പ്ലസ് 2d, ആദ്യ പദം പ്ലസ് 2d. അതാണ് നമ്മൾ ഇവിടെ എഴുതിയത്. അപ്പൊ x1 പ്ലസ് 2d ഈസ് ഈക്വൽ ടു എത്രയാണ്, 34. എന്നിട്ട് ഇതിന്റെ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡിയുടെ വില 2 കൊണ്ട് ഗുണിച്ചു. എത്രയാണ്, 22 സമം 34 എന്ന് കിട്ടി. x1 ഈസ് ഈക്വൽ ടു എത്ര കിട്ടി, 12 എന്ന് കിട്ടി. അപ്പൊ സീക്വൻസ് എത്ര കിട്ടി, 12, 23, 34, 45, 56, എക്സെട്ര.
ഇതാണ് ആദ്യത്തെ 5 പദങ്ങൾ എന്ന് പറയുന്നത്. ഇതുപോലെ നമുക്ക് ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്തൂടെ? ഇപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് 4th ടേം 2ഉം 7th ടേം 3ഉം ആണ്. ആണല്ലോ. അപ്പോള് എന്താണ് 4th ടേമും 7th ടേമും തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെഴുതാം? 4th ടേമിന്റെ കൂടെ 3D ആഡ് ചെയ്താൽ 7th ടേം കിട്ടും. അല്ലെങ്കിൽ 7th ടേമിൽ നിന്നും 3D മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 4th ടേം കിട്ടും. ഏതെങ്കിലും ഒരു മെത്തേഡ് എടുക്കാം. അപ്പൊ നമുക്ക് ഇവിടെ എന്തെഴുതാം? 4 3 7, 4 + 3 7. അങ്ങനെ ഓർമ്മിച്ചു വെക്കുക. അപ്പൊ 4ാം പദത്തിനോട് 3D കൂട്ടിയാൽ 7ാം പദം കിട്ടും. 4ാം പദത്തിനോട് 5D കൂട്ടിയാൽ 9ാം പദം കിട്ടും. അങ്ങനെയാണ് 9ാം പദത്തിൽ നിന്നും 4ാം പദം കുറച്ചാൽ 5D കിട്ടും. അങ്ങനെയൊക്കെ മനസ്സിൽ ഓർമ്മ വേണം. മനസ്സിലായില്ലേ? അപ്പോഴ് ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് 4th ടേമിന്റെ കൂടെ എത്രയാണ്? 3D ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 7th ടേം കിട്ടും. അപ്പൊ 4th ടേം എത്രയാണ്? 2 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2 പ്ലസ് എത്രയാണ്? 4 3 7. അപ്പൊ 3D is equal to 7th ടേം എത്രയാണ്? 3 അല്ലേ? അപ്പൊ 2 + 3D is equal to 3 എന്ന് കിട്ടി. 2 + 3D is equal to 3 ആണെങ്കിൽ 3D is equal to 3. എപ്പോഴും നമ്മൾ എഴുതുമ്പോ ഈക്വൽ ടു സൈനിന് അപ്പുറത്തുള്ളത് ആദ്യം എഴുതണം. എന്നിട്ട് ഇവിടെയുള്ള സൈനിന്റെ പ്രത്യേകതയ്ക്കനുസരിച്ച്, ചിഹ്നത്തിന്റെ പ്രത്യേകതയ്ക്കനുസരിച്ച് അങ്ങോട്ട് കൊണ്ടുവരണം. പ്ലസ് ആണെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോ മൈനസ് ആകും, കുറക്കണം എന്നാകും, കൂട്ടണം എന്നുള്ളത് കുറക്കണം എന്നാകും, കുറക്കണം എന്നുള്ളത് കൂട്ടണം എന്നാകും, ഗുണിക്കണം എന്നുള്ളതാണെങ്കിൽ ഹരിക്കണം എന്ന് വരും, ഹരിക്കണം എന്നുള്ളതാണെങ്കിൽ എന്താകും? ഗുണിക്കണം എന്നാകും. അല്ലെ? മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആവും, ഡിവിഷൻ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും, സബ്ട്രാക്ഷൻ എന്ത് ചെയ്യും? എഡിഷൻ ആവും, എഡിഷൻ എന്താവും? സബ്ട്രാക്ഷൻ ആവും. അപ്പോഴ് 3D is equal to 3. ഇനിയോ 2 ഇവിടത്തേക്ക് വരുമ്പോ എന്താവും? -2 എന്ന് വരും. 3 - 2. അപ്പോഴെന്ത് കിട്ടി നമുക്ക് ഇവിടെ? 3D is equal to 3 - 2 എത്രയാണ്? 1. 3 - 2 1. Therefore D is equal to 1/3. D യുടെ വില എത്രയായി? 1/3. കോമൺ ഡിഫറൻസ് അപ്പൊ എത്ര കിട്ടി? 1/3. അപ്പോഴെന്താണ് ഇതിൽ മനസ്സിലാകുന്നത്? കോമൺ ഡിഫറൻസ് ഹോൾ നമ്പേഴ്സ് മാത്രമല്ല, എന്തും കൂടി വരും? ഫ്രാക്ഷനും കൂടി വരും. അല്ലെ? ഭിന്നസംഖ്യാ രൂപത്തിലും വരാം. മനസ്സിലായില്ലേ? ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. എന്നാലേ നമുക്ക് സീക്വൻസ് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടേം കാണാൻ എന്താ ചെയ്യേണ്ടത്? നമുക്ക് തന്നതിൽ ഏതെങ്കിലും ഒന്നിന് കൊടുക്കാം. അപ്പൊ തന്നതിൽ ഏതെങ്കിലും കൊടുക്കുന്ന സമയത്ത് ഇവിടെ 4th ടേം is equal to 2 അല്ലേ? 4th ടേമും ഫസ്റ്റ് ടേമും തമ്മിലുള്ള ബന്ധം എന്താണ്? ഫസ്റ്റ് ടേമിന്റെ കൂടെ 3D ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 4th ടേം കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഫസ്റ്റ് ടേം എത്രയാണ്? ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞിരിക്കുന്നത് x1 പ്ലസ് 4th ടേമിലെ 2 തന്നത്. ഇപ്പൊ 3D x1 പ്ലസ് 3D is equal to എന്ത് പറയാം? 2 എന്ന് പറയാം. x1 പ്ലസ് 3D is equal to 2 ആണ്. ഇനി x1 പ്ലസ് D യുടെ വില ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടേ? D യുടെ വില ഇട്ട് കൊടുക്കാലോ. അവിടെ എന്താ കിട്ടുന്നത്? 3 into D എത്രയാണ്? 1/3. But 1/3 is equal to 2. അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 3യും 3യും ഇവിടെ ക്യാൻസൽ ചെയ്തു പോകും. 3 into 1/3 അല്ലേ? 3 into 1/3 ഒരു സംഖ്യ അതിന്റെ റെസിപ്രോക്കലോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ വിൽക്രമത്തോട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? ഉത്തരം 1 കിട്ടും. അപ്പൊ 3യും 3യും ക്യാൻസൽ ചെയ്താൽ എത്ര കിട്ടും? ഇവിടെ 1 കിട്ടി. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് എന്താ വരും? x1 പ്ലസ് 1 is equal to 2 എന്ന് വരും. x1നോട് 1 കൂട്ടിയാൽ 2 കിട്ടും. അങ്ങനെയാണെങ്കിൽ x1 is equal to എത്രയായിരിക്കും? 2 minus 1. 2 minus 1 is equal to 1 എന്ന് കിട്ടും. Therefore x1 is equal to 2 minus 1 എത്രയാണ്? 1. x1ന്റെ വില 1 ആണ്. നമുക്കിവിടെ x1 എത്ര കിട്ടി? 1 എന്ന് കിട്ടി. ഇനി നമുക്ക് സീക്വൻസ് എഴുതാം. സീക്വൻസ് എഴുതാൻ എന്താ ചെയ്യേണ്ടത്? x1ന്റെ കൂടെ d കൂട്ടുക, വീണ്ടും അതിന്റെ കൂടെ d കൂട്ടി, അങ്ങനെയാണ് സീക്വൻസ് എഴുതേണ്ടത്. അപ്പൊ നമുക്ക് എഴുതാലോ. അപ്പൊ സീക്വൻസ് എഴുതാം. ആദ്യത്തെ 5 പദങ്ങൾ എഴുതാനല്ലേ ക്വസ്റ്റ്യൻ. അപ്പൊ ഫസ്റ്റ് ടേം എത്രയാണ്? 1. അടുത്തത് എത്രയാണ്? 1 പ്ലസ് d എത്രയാണ്? 1/3 അല്ലേ? 1 പ്ലസ് 1/3 എത്രയാ? 1/3. എത്ര കിട്ടി? 1/3. 1/3ന്റെ കൂടെ 1/3 ആഡ് ചെയ്ത് തേർഡ് ടേം എഴുതണം. അപ്പൊ 1/3 പ്ലസ് 1/3 എത്രയാണ്? 1 2/3. അടുത്ത എത്രയാണ് വരുന്നത്? 1 2/3 പ്ലസ് 1/3 1 3/3. 1 3/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര തന്നെയാണെന്നറിയോ? 1 പ്ലസ് 1 ആയിട്ട് മാറും. 1 3/3. 3/3 എത്രയാണ്? 1 അല്ലേ? അപ്പൊ 1 3/3 എന്ന് എഴുതാം. അല്ലെങ്കിൽ എന്ത് എഴുതാം? 1 പ്ലസ് 1 2 എന്ന് എഴുതാം. അപ്പൊ ഇതെന്തായിട്ട് മാറും? ഇത് 2 ആയിട്ട് മാറും. എന്താണെന്ന് വെച്ചാൽ 3/3 എന്ന് വരും. 3/3 1 ആണ്. അപ്പൊ 1 3/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 പ്ലസ് 1 എന്ന അർത്ഥം 2 എന്ന് കിട്ടും.
അടുത്തത് എത്ര കിട്ടും? ഇപ്പൊ 1 2 3 4 ടേംസ് എഴുതി. അടുത്ത എത്ര കിട്ടുക? 2 1/3. അപ്പൊ ആദ്യത്തെ ഇതിങ്ങനെ സീരീസ് ഇങ്ങനെ പോകും. ആദ്യത്തെ 5 പദങ്ങൾ എഴുതാനാണ് ക്വസ്റ്റ്യൻ. 1 1/3, 1 2/3, 2 2 1/3. ഇതാണ് ആദ്യത്തെ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ ഗിവൺ AP. തന്നതിലുള്ള ആദ്യത്തെ 5 പദങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ എഴുതിയത്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ഇതിന്റെ ഈ മെത്തേഡിൽ ചെയ്ത് നോക്കാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡ് ടേം 5ഉം സെക്കൻഡ് ടേം ഇസ് ഈക്വൽ ടു 5. അതുപോലെ തന്നെ ഫിഫ്ത് ടേം എത്രയാണ്? 2 ആണ്. സെക്കൻഡ് ടേം 5ഉം ഫിഫ്ത് ടേം 2 ആണ്. നമുക്ക് ചെയ്ത് നോക്കാം. സെക്കൻഡ് ടേമും ഫിഫ്ത് ടേമും തന്നു കഴിഞ്ഞാൽ എഴുതേണ്ട സ്റ്റെപ്പ് എന്താണ്? സെക്കൻഡ് ടേം പ്ലസ് 3D ഇസ് ഈക്വൽ ടു ഫിഫ്ത് ടേം. രണ്ടാം പദത്തിനോട് 3D കൂട്ടിയാൽ അഞ്ചാം പദം കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എഴുതേണ്ടത് എന്താണ്? 5 പ്ലസ് 3D is equal to ഫിഫ്ത് ടേം എത്രയാ? 2 അല്ലേ? 2. അപ്പോ ഇതിൽ നിന്നും 3D is equal to 2 minus 5 എന്ന് കിട്ടും. 3D is equal to 2 minus 5. എത്രയാണ് 2 minus 5? രണ്ടിൽ നിന്നും 5 കുറച്ചാൽ എത്രയാണ്? -3 അല്ലേ? അപ്പൊ 2 minus 5 എത്രയാണ്? -3. 2 minus 5 -3 കിട്ടി. ഇനി ചെയ്യേണ്ടത് 3D is equal to അല്ലേ -3 കിട്ടിയത്. അപ്പൊ 3D is equal to ആണ് -3. Therefore D is equal to -3/3 is equal to ഒരു നെഗറ്റീവ് സൈൻ അല്ലേ? 3/3 എത്രയാണ്? 1 അല്ലേ? അപ്പൊ എത്ര ആൻസർ കിട്ടും? -1. ഡിയുടെ വില എത്ര കിട്ടി? D is equal to -1 ആണ് ഡിയുടെ വില. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടേം കാണാൻ എന്താ ചെയ്യേണ്ടത്? സെക്കൻഡ് ടേം 5 അല്ലേ? ഡി എത്രയാണ്? -1. അപ്പോഴെങ്ങനെയാ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുക? x1 പ്ലസ് ഡി ഈസ് ഈക്വൽ ടു ആണ് സെക്കൻഡ് ടേം. x1 പ്ലസ് ഡി ആണ് സെക്കൻഡ് ടേം. x1 പ്ലസ് ഡി എത്രയാണ്? 5. x1 എത്രയാണ്? സോറി, x1 is equal x1 പ്ലസ് ഡി എത്രയാണ്? -1. x1 പ്ലസ് -1 is equal to ആണ് 5. അപ്പോ x1 is equal to 5. ഈ -1 അപ്പുറത്തേക്ക് പോകുമ്പോ +1. അപ്പോൾ എത്ര വരും? 5 plus 1 is equal to 6. അപ്പൊ x1 is equal to എത്രയായി? 6 എന്ന് കിട്ടി. x1ന്റെ വില 6. ഇനി നമുക്ക് സീരീസ് എഴുതാലോ. എങ്ങനെയാണ് സീരീസ് എഴുതുന്നത്? 6 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ചെയ്യേണ്ടത് എന്താണ്? ഫസ്റ്റ് ടേം 6 ആണ്. കോമൺ ഡിഫറൻസ് എത്രയാണ്? -1 ആണ്. അപ്പോൾ 6ൽ നിന്നും 6നോട് -1 കൂട്ടുക എന്ന് പറഞ്ഞാൽ 6ൽ നിന്നും 1 കുറക്കുക എന്നല്ലേ അർത്ഥം. അപ്പൊ 5 അടുത്ത എത്രയായിരിക്കും? 4 3 2 1 etc. അപ്പൊ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ ഗിവൺ AP അരിത്തമെറ്റിക് സീക്വൻസ് ഏതാണ്? 6, 5, 4, 3, 2, 1. 5 ടേംസ് ആണ്. അപ്പൊ 2 വരെ എഴുതിയാലും മതി. അപ്പൊ ഇതാണ് ആദ്യത്തെ 5 പദങ്ങൾ. അപ്പൊ ഏതെങ്കിലും 2 പദങ്ങൾ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീരീസ് എഴുതുന്ന സീക്വൻസ് എഴുതുന്നത് മനസ്സിലായല്ലോ. ഇനി ഇതേ ക്വസ്റ്റ്യൻ വെച്ചിട്ട് സീക്വൻസ് എഴുതുക എന്നും ചോദിക്കും. അതുപോലെ തന്നെ ഇതിന്റെ ഓൾജിബ്രൈക് ഫോം എഴുതുക എന്നും ചോദിക്കും. ഇതിന്റെ ബീജഗണിത രൂപം എഴുതുക. ഇതിന്റെ ബീജഗണിത ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിട്ട് ഇതിന്റെ ബീജഗണിത രൂപം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാ? ഇതിന്റെ എക്സൻ കാണാൻ ചോദിച്ചോന്ന് വെച്ചോ. അപ്പോഴെന്താ ചെയ്യേണ്ടത്? ബീജഗണിത രൂപം എഴുതാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞു എന്താണത്? കോമൺ ഡിഫറൻസിന്റെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് ഫസ്റ്റ് ടേമിൽ നിന്നും ആദ്യ പദത്തിൽ നിന്നും പൊതുവ്യത്യാസത്തിനെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഗുണിക്കുക. എന്നിട്ട് ഫസ്റ്റ് ടേം ആദ്യ പദത്തിൽ നിന്നും പൊതുവ്യത്യാസം കുറക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസിനെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 × n അല്ലേ? ഇവിടെ എത്ര കിട്ടും? -n എന്ന് കിട്ടും. -n. ഫസ്റ്റ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് കുറക്കുക. ആദ്യ പദത്തിൽ നിന്നും പൊതുവ്യത്യാസം കുറക്കുക. ഫസ്റ്റ് ടേം എത്ര? 6 അല്ലേ? 6 കുറക്കണം -1. 6 minus -1 അപ്പോൾ എത്രയാവും? 6 plus 1 ആകും. അപ്പോൾ എത്രയാകും? 6 plus 1 7. അപ്പോൾ ആൻസർ എത്ര കിട്ടുക? ഇതിന്റെ ഓൾജിബ്രൈക് ഫോം ആണ് ചോദിച്ചതെങ്കിൽ ആൻസർ എത്ര കിട്ടും? -n plus 7 എന്ന് കിട്ടും. അപ്പൊ ഇത്രയും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങള് എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ടല്ലോ. അടുത്ത വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.